ലാ തത്തഖിദൂ ശൈഅൻ ഫീഹി റൂഹു ഗറദ. നിങ്ങൾ ആത്മാവുള്ള ഒരു വസ്തുവിനെയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് അതിനെ എറിയുന്ന നാട്ടക്കുറ്റിയാക്കരുതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒരു ജീവിയെയും, അത് നായയാണെങ്കിലും പട്ടിയാണെങ്കിൽ കൂടി, അതിനെ എറിയാനായി മാത്രം എറിയരുതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുമ്പോൾ, നിങ്ങളൊരു അറവ് മൃഗമാവട്ടെ, അറുക്കാൻ കൊണ്ടുപോകുന്ന മൃഗമാണെങ്കിൽ അതിനോട് അതിൻ്റെതായ ന്യായം പാലിക്കണം, മര്യാദ പാലിക്കണം. ഇന്നല്ലാഹ കതബ അലാ കുല്ലി ഷൈഇനിൽ ഇഹ്സാൻ. നിങ്ങൾ ഏത് വസ്തുവുമായി ബന്ധപ്പെടുന്നുണ്ടോ അതുമായി നിങ്ങൾക്കൊരു മര്യാദയും ചിട്ടയും ഉണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്നത് ആ മര്യാദയോടുകൂടി അതിനോട് വർത്തിക്കണം, അത് ഏതിനോടും പാലിക്കണം. നിങ്ങൾ അറക്കുന്ന മൃഗമാണെങ്കിലും താൻ അറക്കുന്ന ആ മൃഗത്തിന് അല്പം ആശ്വാസം നൽകണം, വെള്ളം കുടിക്കാൻ നൽകണം. കയ്യും കാലുമെല്ലാം കൂട്ടിയിട്ടുകൊണ്ട് അനാവശ്യമായി പ്രയാസപ്പെടുത്താൻ പാടില്ല. പെട്ടെന്ന് വല്ല കാര്യങ്ങളും നടക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ ശല്യപ്പെടുത്താൻ പാടില്ല. ഒന്നിന്റെ മുൻപിൽ വെച്ച് മറ്റൊന്നിനെ അറക്കാൻ പാടില്ല. ഏറ്റവും മൂർച്ചയുള്ള പെട്ടെന്ന് ആ കാര്യം നിർവഹിക്കുന്ന കത്തി കൊണ്ട് അറക്കണം. ഇതൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമ്മുടെ തീറ്റയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള, നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി പടച്ചിട്ടുള്ള വസ്തുക്കളെ ആ പ്രയോജനത്തിനും ഉപകാരത്തിനും വേണ്ടി ശർഈയായ ഒരു ധർമ്മം എന്ന നിലക്ക് അറവ് നടത്തുമ്പോൾ പോലും മാനിക്കേണ്ടതാണെങ്കിൽ, കൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ജീവിയാണെങ്കിൽ അതിനെ കൊല്ലുമ്പോൾ ഫഹ്സിനുൽ ഖിത്ല, അതിനെ കൊല്ലുന്ന ആകൃതി നിങ്ങൾ നന്നാക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പ്രയോജനത്തായാലും ഉപകാരത്തിനായാലും സൃഷ്ടിച്ച ജീവജാലങ്ങളോടെല്ലാം നമുക്ക് അതിനോട് അതിന്റെ മര്യാദയോടുകൂടെ നിൽക്കേണ്ട കടപ്പാടുണ്ടെന്നും അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം ഓർക്കണം. ആ ഓർത്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അപ്പോഴാണ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത, ചൂഷണമൊക്കെ ആവുക. അതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന, എല്ലാവരും പറയുന്ന അക്രമങ്ങളാണ്. പ്രകൃതി വസ്തുക്കളെ അനാവശ്യമായി ദുരുപയോഗം ചെയ്യലാണ്, കയ്യേറ്റം ചെയ്യലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ പ്രകൃതിയോട് ചെയ്യുന്ന അനീതി അതുമാത്രമല്ല. നിങ്ങൾ കേട്ടല്ലോ, ഈ പ്രകൃതിയോട് ചെയ്യുന്ന അനീതിയും പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയും ഏറ്റവും അധികം ഈ പ്രകൃതിക്ക് നാശം വരുത്തുന്ന വിധത്തിൽ ഈ പ്രകൃതിയുടെ ഉപയോഗങ്ങൾക്കിടയിൽ അല്ലാഹു തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങളും തെറ്റുകുറ്റങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. പ്രകൃതി കോപങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മരങ്ങൾ മുറിച്ചിട്ടാണ്, അങ്ങനെ കാണിച്ചിട്ടാണ്, ഇങ്ങനെ കാണിച്ചിട്ടാണ്. അതൊക്കെ അതിന്റെ ഭൗതികമായ വശങ്ങളാണ്. അതൊക്കെ നമുക്ക് ചിലപ്പം ബോധ്യപ്പെടും, ചിലപ്പം ബോധ്യപ്പെടൂല. മരങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, മരങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, മഴ വർഷിക്കുന്നതിൽ മരങ്ങൾക്ക് പങ്കുണ്ട്, അതുപോലെ ജീവജാലങ്ങൾക്ക് പങ്കുണ്ട്, അങ്ങനെ പലതും നമുക്കറിയാം. അതൊക്കെ ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതികളാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട് അംഗീകരിക്കാം. ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അംഗീകരിച്ചില്ലെന്ന് വന്നാൽ ഒന്നും സംഭവിക്കാനില്ല. അല്ലാഹ് അതിന്റെ പേരിൽ ചോദ്യം ചെയ്യൂല. ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് അംഗീകരിക്കാം, ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ട. അതാണ് ശാസ്ത്രീയമായി കാണുന്ന സംഗതികളുടെ ഒക്കെ നില. നമുക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ നമുക്കത് അംഗീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് വഹയിന്റെ വിവരമാണല്ലോ. അള്ളാഹ് ഇറക്കിയ വഹയിന്റെ വിവരമാണ്. അള്ളാഹു അവതരിപ്പിച്ച വഹയിന്റെ വർഗം സാദിഖ് മസ്ദൂഖായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിന്റെ കിതാബായ വേദം ഖുർആൻ പറയുമ്പോൾ ആ കാര്യത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളണമല്ലോ. ഏത് പ്രകൃതി ദുരന്തങ്ങളുടെ പിന്നിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത് നമ്മുടെ കൈക്രിയകളോ വിനാശകരമായ നമ്മുടെ കയ്യേറ്റങ്ങളോ അല്ല. അതായത് ഭൗതികപരമായി അവയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകളോ തെറ്റുകുറ്റങ്ങളോ അല്ല. പിന്നെന്താണ്? ധാർമ്മികമായി അതിനോട് ചെയ്യുന്ന, പ്രകൃതിയോട് ചെയ്യുന്ന അനീതികളും തെറ്റുകുറ്റങ്ങളുമാണ് വലിയ പ്രളയങ്ങൾക്കും ദുരന്തങ്ങൾക്കുമെല്ലാം ഏത് കാലത്തും ഇടയായിട്ടുള്ളൂ. മഹാനായ അലബുൽ മുർറത്ത സഖഫി റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ തന്റെ ഒരു അനുഭവം വിവരിക്കുന്ന ഒരു ഹദീസിൽ, ഞങ്ങൾ മറ്റൊരു യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും കൂടി വിശ്രമിക്കുകയാണ്. ആ വിശ്രമിക്കുന്നിടത്തേക്ക് ഒരൊട്ടകം തലകുലുക്കി വന്നുകൊണ്ട് ആ ഒട്ടകത്തിന്റെ തലയും കഴുത്തും ഒന്നിച്ച് നീട്ടിയിട്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലഭാഗത്തേക്ക് വച്ചു. അതിന്റെ കണ്ണുകൾ ഒഴുകുന്നുണ്ട്, എന്നിട്ട് അതെന്തോ സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മല്ലി ഹാദൽ ജമൽ, ഈ ജമൽ ആർക്കുള്ളതാണ്? ആരാണ് ഇതിന്റെ ആള്? ലിമൻ ഹാദൽ ജമൽ, ആർക്കുള്ളതാണ് ഈ ഒട്ടകം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ അൻസാരികൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അവരുടെ ഒട്ടകത്തെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവർ നബിയുടെ മുമ്പിലുള്ള ഈ ഒട്ടകത്തെ കണ്ടു, അങ്ങോട്ട് ഓടിയെത്തി. അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങളുടെ ഒട്ടകമാണ്,
2-3 ദിവസമായി ഇത് പോന്നിട്ട് തങ്ങളുടെ മുമ്പിൽ വെച്ച് കാണുകയാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവയും എന്താ പറയുന്നത്, എന്താ നിങ്ങൾ ഇവയെ ചെയ്തത്, എന്താണ് ഒട്ടകം സംസാരിച്ചത്, എന്താണ് ഒട്ടകം പറയുന്നത് എന്ന് നബിയോട് അവർ ചോദിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നബി തങ്ങളോട് പറഞ്ഞ പരാതി വെച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, എന്ത് ചെയ്തു നിങ്ങൾ ഈ ഒട്ടകത്തെ, നിങ്ങളുടെ ഈ ഒട്ടകത്തിന്റെ സ്ഥിതി നിങ്ങൾ തന്നെ പറയൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന് ഞങ്ങളുടെ വീട്ടിൽ വളർന്ന സാധനമാണിത്, ജനിച്ചത് അവിടെയാണ്, വളർന്നത് അവിടെയാണ്, കുറെ കാലം ഞങ്ങൾക്ക് സേവിച്ചു, ചുമടേറ്റി വെള്ളം നനക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു, എല്ലാം ചെയ്തു. ഇപ്പൊ അതിൽ പ്രായമായി പറ്റ മുഴിഞ്ഞു, ഇനി അതിനെ വിഷമിപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ അറുത്തിട്ട് കുടുംബങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അതിന്റെ മാംസം, അതൊരു നല്ല പണിയാണല്ലോ സാർ, അറുത്തുവാരി കൊടുക്കാന്ന് പറഞ്ഞ്. ഈ അറുത്തുവാരി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഈ ഔസാരിക്കൂട്ടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കുമോ? എന്തിനാ വിൽക്കേണ്ട നബിയെ, തങ്ങൾക്ക് ഇത് ഹദിയായി നൽകാം, തങ്ങൾ തന്നെ എടുത്തോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഇത് സ്വതന്ത്രമാണ്, സ്വതന്ത്രമായി ഒട്ടകം പോകട്ടെ, സുഖമായി ഒട്ടകം പോകട്ടെ, അള്ളാഹുവിന് വേണ്ടി ഇതിനെ ഞാൻ സ്വതന്ത്രമാക്കി വിട്ടു, എന്റേതല്ലേ, എന്റേതങ്ങനെ തന്നെ പോകട്ടെ, അതിനിഷ്ടമുള്ളിടത്ത് പോകട്ടെ, നിങ്ങളതിനെ ഒന്നും ചെയ്യരുത് എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ ഒട്ടകം പരാതി പറയുന്നതും അത് കഴിഞ്ഞപ്പോൾ ഈ ഒട്ടകം 2-3 തവണ അതിന്റെ മുക്രയിട്ട ശബ്ദം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തങ്ങളുടെ തലയുടെ മുകളിലേക്ക് അതിന്റെ കഴുത്ത് നീട്ടി വെച്ചുകൊണ്ട് മുക്രയിട്ടതും ആ മുക്രയിട്ടപ്പോഴെല്ലാം റസൂലുള്ളാഹി തങ്ങൾ ആമീൻ 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 എന്ന് ചൊല്ലിയതും യാനബിന് മുറത്ത് സഖഫി എന്ന് ഉറവിയിരിക്കുന്നുണ്ട്. ആ ആമീൻ എല്ലാം അത് 2-3 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പ്രാവശ്യം ആമീൻ കഴിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ റസൂൽ 3-ാമത്തെ പ്രാവശ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് പറയുന്നില്ല, അതിന് നബി തങ്ങളുടെ കണ്ണൊഴുകുകയാണ്. അപ്പൊ ഈ സാധനം എന്ത് ആമീൻ പറയുന്നു എന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വിവരിച്ചു, ഇത് പറഞ്ഞത് നിങ്ങൾ എന്നെ രക്ഷിച്ചതുപോലെ നിങ്ങളുടെ സമുദായത്തെയും അല്ലാഹു തആല രക്ഷിക്കട്ടെ, തങ്ങളെയും അല്ലാഹു തആല രക്ഷിക്കട്ടെ, പരലോകത്തിന്റെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ, അവിടെയും അല്ലാഹു തആല രക്ഷിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച ശേഷം 3-ാമത് ആമീൻ ചൊല്ലാത്ത പ്രാർത്ഥന, ഈ ഒട്ടകത്തിന്റെ മുക്രയിടയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തെന്നറിയുമോ? ഈ സമുദായത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ, അവർക്കിടയിൽ തന്നെ പോരാട്ടങ്ങളും അവർക്കിടയിൽ തന്നെ കുത്തും കൊലയും നടക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്നും ഈ സമുദായത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറയാതിരുന്നതും അവിടുത്തെ കണ്ണുകൾ ഒഴുകിയതും. ആരംഭരവിധങ്ങൾ പറഞ്ഞു, എന്തിനാണ് അങ്ങ് കണ്ണീരൊഴുക്കിയത്, വേദനിച്ചത്? ഈ 2 കാര്യങ്ങളും പ്രാർത്ഥിച്ചത് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്, എനിക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുള്ള ചോദ്യമാണ്. 3-ാമത് പറഞ്ഞതും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അത് അല്ലാഹു തആല എനിക്ക് ഉത്തരം നൽകുകയില്ലെന്നും അങ്ങയുടെ സമുദായത്തിന്റെ ഇടയിൽ സംഘട്ടനങ്ങളും കുത്തും കൊലയും വക്കാടവും കുഴപ്പങ്ങളും എന്നും നിലനിൽക്കും, അങ്ങനെയാണ് സമുദായത്തിലെ അംഗങ്ങൾ മരിച്ചു വീഴേണ്ടതെന്ന്, അംഗസംഖ്യ കുറയേണ്ടതെന്നാണ് അള്ളാഹുവിന്റെ നിശ്ചയം എന്ന് അള്ളാഹു എനിക്ക് വിവരം തന്നതാണ്. ആ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. ഈ ഒട്ടകത്തിന്റെ കഥ കൂടി വിവരിച്ച ശേഷം യാനബിന് മുറത്ത് സഖഫി എന്നവർ വിവരിക്കുന്നു, ഈ 3 സംഭവങ്ങളും ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഈ 3 സംഭവങ്ങൾക്ക് ശേഷം ഈ ഒട്ടകത്തിന്റെ കഥ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, മാ മിൻ ശൈഇ ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ് ഇല്ലാ കഫറത്തിൽ ജിന്നി ഔൽ ജിന്നി വൽ ഇൻസ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹ് പടച്ചിട്ടുള്ള ഒരു വസ്തുവുമില്ല, അല്ലാഹ് പടച്ചിട്ടുള്ള വസ്തുവാണോ, ഏത് വസ്തുവും അല്ലാഹ് പടച്ചിട്ടുള്ളതാണെങ്കിൽ ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നറിയുകയും അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യാത്തതായി അല്ലാഹു പടച്ച സൃഷ്ടിജാലങ്ങളിലൊന്നുമില്ല. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള അവിശ്വാസികൾ മാത്രം മാറി, അവരല്ലാത്ത മറ്റാരും ഞാൻ റസൂലാണെന്ന് അംഗീകരിക്കാത്തതില്ല. അചേതനവും ചേതനവുമായ എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല വസ്തുക്കളും, ചലനമുള്ളതും ചലനമില്ലാത്തതുമായ സകല വസ്തുക്കളും, അള്ളാഹു പടച്ചതെല്ലാം
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണെന്ന് അറിയാത്തതായില്ല എന്ന് നബി തങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് പലതവണ നബി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവം വെച്ച് ചിന്തിക്കുക. എല്ലാ വസ്തുക്കളും അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുള്ളവയാണ്. റസൂലുള്ളാഹിന്റെ റിസാലത്ത് അംഗീകരിച്ചവയാണ്. നബി തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അനുസരിക്കുന്നതാണ്. നബി തങ്ങളുടെ മുമ്പിൽ ശഹാദത്ത് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവാചകത്വത്തെ അംഗീകരിച്ചു വാഴ്ത്തുന്നതാണ്. നബി എന്തോ ഒന്ന് ആജ്ഞാപിച്ചുവോ നിർദ്ദേശിച്ചുവോ അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് നബിക്ക് വിധേയപ്പെടുന്നതാണ്. അല്ലാഹുവിനും റസൂലിനും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വസ്തുക്കളാണ് പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളുമെങ്കിൽ. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്ന ഒരു ചെടിയെങ്കിൽ, ആ ചെടിയുടെ ഇലയെങ്കിൽ പൂവെങ്കിൽ, ആ പൂവിനെയോ ഇലയെയോ തൊടാനോ അതിന്റെ തസ്ബീഹിൽ നിന്നും അതിനെ മാറ്റാനോ നമുക്ക് അവകാശമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഏത് വസ്തുവും നിൽക്കുന്നിടത്ത് നിൽക്കണം, അതതിന്റെ തസ്ബീഹുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നിൽക്കണം. ആ തസ്ബീഹ് എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ശേഷം നമ്മൾ ഖബറടക്കി പോരുമ്പോൾ ഖബറിന്റെ പുറത്തു പോലും നമ്മൾ പച്ചച്ചെടി കുത്തിയല്ലേ പോരുന്നത്. ഇതിന്റെ തസ്ബീഹ് കൊണ്ട് ഈ മയ്യത്തിന് ഉപകാരം കിട്ടുമെന്നും അത് പച്ചയായി നിൽക്കുമ്പോഴെല്ലാം തസ്ബീഹ് ചെയ്യുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമല്ലേ നമ്മൾ എല്ലാ വിഭാഗവും, മുസ്ലിമീങ്ങളിലെ എല്ലാ വിഭാഗവും ആ സമയത്ത് ഒരു പച്ചച്ചെടി കുത്തിപ്പോരുമല്ലോ. അതിന്റെ തസ്ബീഹിന് വേണ്ടിയല്ലേ ഇത്. ഈ തസ്ബീഹ് ചൊല്ലുന്ന വസ്തുക്കളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് നിൽക്കുന്നിടത്ത് നിന്ന് മാറ്റാൻ പറ്റുമോ? പിഴുതെറിയാൻ പറ്റുമോ? അനാവശ്യമായി നശിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, നമ്മുടെ തീറ്റയ്ക്ക് വേണ്ടി, നമ്മുടെ ഉപകാരത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടതെടുക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന്മേലൊക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് കയ്യേറ്റമാണ്. നമ്മളത് ചെയ്യുന്നത് അക്രമമാണ്. ഈ വിധം സംരക്ഷിക്കാൻ അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിശ്വാസമുള്ള ജീവികളും പടപ്പുകളും സൃഷ്ടികളും എന്ന ആ ഒരൊറ്റ ബോധം കൊണ്ടു തന്നെ വിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ഏത് വസ്തുക്കളെയും ചെയ്യുമ്പോൾ ചിന്തിക്കണം.